നോക്കൂ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നോക്കൂ, ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് കരുതും അല്ലേ? നമ്മൾ എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് എന്നാണ്. അപ്പോൾ ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യും. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഈക്വേഷൻ്റെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ കോഫിഷ്യൻ്റായ എയെ ഹാഫ് ചെയ്തിട്ട് സ്ക്വയർ അപ്പ് ചെയ്യും. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സ് സ്ക്വയർ പ്ലസ് 10x. ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് ഇതിൻ്റെ ഹാഫിനെ സ്ക്വയർ ചെയ്യുക. 10 ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് ഹാഫ്, 10ൻ്റെ ഹാഫ് 5, 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ ഇതെന്തായി? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായ എക്സ് സ്ക്വയർ പ്ലസ് 10xനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? സ്ക്വയർ ചെയ്തത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇതാണ് ഇവിടെ പറയുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? എ ഹാഫ് ചെയ്ത് സ്ക്വയർ ചെയ്യുക. എ ഹാഫ് ചെയ്ത് സ്ക്വയർ ചെയ്യുക എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ സ്ക്വയർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. നോക്കൂ, ഇത് തന്നെയാണ് നമ്മൾ ഈ ഇക്വേഷനിൽ പഠിക്കുന്നത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലേക്ക് എങ്ങനെയാണ് മാറുന്നതെന്നുള്ള ഷോർട്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഷോർട്സ് ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. അതായത് മാത്സ് ടിപ്സ് എന്ന പ്ലേലിസ്റ്റിനകത്ത് ആണുള്ളത്. ഇതിൻ്റെ ചാനലിൻ്റെ പേര് മാത്സ് അക്കാഡമി എന്നാണ്. അപ്പോൾ അതിനകത്ത് മാത്സ് ടിപ്സ് എന്ന പ്ലേലിസ്റ്റിനകത്ത് ഉണ്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ഈ ഫോമിലേക്കാക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഓരോ വീഡിയോയും നിങ്ങൾ കാണുന്ന വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്.